റാപ്പ് ഗായകൻ വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയും ഇത് കറുപ്പിന്റെ ഒരു വെറുപ്പിന്റെ ഒരു എന്താ പറയുക നിലപാടാണ് എന്ന് പറയും. വേടന്റെ അറസ്റ്റും ഇപ്പോൾ ഈ കസ്റ്റഡിയുമെല്ലാം ഉറപ്പിച്ച് പറയും. കാരണം കറുപ്പിന്റെ ഈ ഒരു അപകടം ഉണ്ടല്ലോ, അത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അപകടമാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ എന്താണ് വിഷയം? ഒന്ന് കഞ്ചാവ് പോലീസുകാർ വെറുതെ വിട്ടു. 2-5 ഗ്രാം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. സിഗരറ്റ് കൈ വെച്ചേക്കുന്ന പോലെ എല്ലാവരും കൊണ്ട് നടക്കും. നിരോധിച്ചത് സർക്കാരിന്റെ കഴിവുകേട്. ഏതോ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരൻ പറഞ്ഞതുപോലെ എല്ലാ കലാകാരന്മാരിലും കഞ്ചാവും അല്പം കള്ളും ഉണ്ടാകും. അതാണ് അവരുടെ ഒരു ശീലം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുലിപ്പല്ലാണ് ഇപ്പോൾ വേടനെ പിടിച്ചതിന്റെ വിഷയമായിട്ട് പറയുന്നത്. പുലിപ്പല്ല് വേടൻ എന്തായാലും പുലിയെ വേട്ടയാടിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പുലിന്റെ പല്ലിന് ഒറിജിനൽ ആണെങ്കിൽ തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആനയുടെ കൊമ്പ്, ഒറിജിനൽ ആനയുടെ കൊമ്പ് ഒരു വെളുത്ത മുതലാളി ഇവിടെ വെച്ചോണ്ടിരുന്നു. വേടന്റെ നിറം കറുപ്പായതുകൊണ്ടാണല്ലോ പ്രശ്നം. വെളുത്തൊരു മുതലാളി ഇത് വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ആനയുടെ കൊമ്പ് ഒരു ദിവസം ജയിലിലിട്ടോ, ലോക്കപ്പ് ചെയ്തോ? എന്താ ഈ കേസ്? എന്തുകൊണ്ടാണ് ആനക്കൊമ്പ് കേസ് എവിടെയും എത്താൻ നിൽക്കുന്നത്? അത് വേടനല്ലാത്തതുകൊണ്ടാണോ? അവർണല്ലാത്തതുകൊണ്ടാണോ? ആണോ? അപ്പൊ ഇവിടെ പുലിപ്പല്ലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കലാകാരന് ആരോ സംഭാവന കൊടുത്തത് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ച്, ആ കൊടുത്ത ആളിനത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ച്, ഏതെങ്കിലും പുലിയോ എലിയോ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറസ്റ്റും കസ്റ്റഡിയും കാര്യങ്ങളും ചെയ്താൽ മതി. പക്ഷെ ആ സ്ഥാനത്ത് ഒരു കലാകാരനെ, അതും ഒരു അധികൃത ഇരുന്ന് മുദ്ര കൊത്തി കിടക്കുന്ന അവൻ കയറി ഞെളിഞ്ഞുകൊണ്ട് ആളാവാനോ? നമ്മളൊക്കെ ഇവിടെ തമ്പ്രാക്കന്മാരായിട്ട് നിൽക്കുന്ന നമ്മുടെ ഇടയിൽ ഇങ്ങനെ നിന്നിട്ട് ആളാവാൻ അവൻ ആര്? അവൻ കുമ്പിളിൽ കുത്തി ചവിട്ടി കുത്തിയിട്ട് കഞ്ഞി കുടിച്ചാൽ മതി, പ്ലാവല കുത്തി കോരി കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നാവ് കൊണ്ട് നക്കി കുടിച്ചാൽ മതി. അവൻ സ്പൂണ് കൊണ്ട് പ്ലേറ്റിൽ കഞ്ഞി കുടിക്കാൻ ആയിട്ടില്ല. ഈ മേലാളവർഗം അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ എന്തോ ചില കുഴപ്പമുണ്ട്. 2025 ചിന്തിക്കണം. വേടന്റെ ഈ അറസ്റ്റ് പുലിപ്പല്ല് കൊണ്ടും എലിപ്പല്ല് കൊണ്ടൊന്നും ഉണ്ടായതല്ല. ജാതിയുടെ നിറത്തിന്റെ വർണ്ണത്തിന്റെ കുഴപ്പമാണ്, അവന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ വേറെന്താ പറയാ? ഇവിടെ മോഹൻലാൽ ആനക്കൊമ്പ് കേസിൽ എത്ര ദിവസം കിട്ടുന്നു? അയാളെ കേസ് എന്തായി? എന്തെങ്കിലും തുമ്പായോ? വെളുപ്പിക്കാൻ കുറെ ഈ പറഞ്ഞ വനം വകുപ്പുകാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പോലീസും മറ്റും ഉണ്ടായിരുന്നു. കുറെ പത്രവാർത്ത ആയിന്നല്ലാണ്ട് എന്താ സംഭവിച്ചത് പറയണം. വേടന്റെ പുലിപ്പല്ല് അയാൾക്ക് ആര് കൊടുത്തു എന്ന് നോക്കിയിട്ട് അയാളെ പോയി പൊക്കിയാ പോരെ? എന്നിട്ട് അയാൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നു ഇങ്ങനെ പോകാമല്ലോ, എവിടെന്നാ വന്നതെന്നുള്ളത്. അപ്പൊ ആരാണ് കൊന്നതെന്ന് കിട്ടും. ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് വേടൻ കൊന്നു തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കസ്റ്റഡിയിലെടുത്ത് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ പോരെ. അപ്പൊ ഇതല്ല. ഇത് ആദ്യം കഞ്ചാവ് കേസിൽ പൊക്കാൻ നോക്കി. കഞ്ചാവ് കേസിൽ പൊക്കാൻ നോക്കിയപ്പോൾ അയാൾ പെരയിൽ കിലോ കണക്കിന് കഞ്ചാവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അതൊന്നും ഉണ്ടായില്ല. ഒരു സാധാരണ കലാകാരന്റെ കയ്യിൽ എത്ര ഉണ്ടാകുമോ അത് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു സാധാരണക്കാരനാണ്. അവൻ വളർന്ന് നട്ടുള്ളിയർത്ത് നിന്നുകൊണ്ട് പ്രശസ്തനാകുമ്പോൾ അതിൽ കലിമൂത്ത് ചൊറിമൂത്ത് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ കണ്ണുകടിയാണ് ഈ അറസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അത് തന്നെയാണ് എന്റെ വാസ്തവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ വേടനെ എന്താ അറസ്റ്റ് ചെയ്യേണ്ട? എന്ത് തെറ്റയാൾ ചെയ്തത്? അപ്പൊ കഞ്ചാവ് കിട്ടിയില്ല, മറ്റു ലഹരി പദാർത്ഥങ്ങൾ കിട്ടിയില്ല, MDMA കിട്ടിയില്ല, ഇവർ പറഞ്ഞത് ഒന്നും കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോ എന്നാൽ പിന്നെ ഇരിക്കട്ടെ, അടുത്ത പരിപാടി. സകലത്തിൽ ജാമ്യം കൊടുത്ത് പോലീസ് തടിയൂരി നേരെ പൊക്കി ഇട്ടുകൊടുത്ത് നേരെ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് വനം വകുപ്പ് കൊണ്ടുവന്ന് ഇപ്പൊ കൊണ്ട് നടക്കുകയാണ്, തെളിവെടുക്കുന്ന അവിടെ. ഈ വേടൻ കൊന്ന പുലിന്റെ കഴുത്തിലുള്ള പുലി നഖത്തിന്റെ അല്ലെങ്കിൽ ആ പല്ലിന്റെ പുലിപ്പല്ലിന്റെ നഖത്തിന്റെ ഏതായാലും അത് തന്നെ, അതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ, അതിന്റെ തോലോ കണ്ണോ മൂക്കോ ഒക്കെ ഒരുപക്ഷെ വേടൻ അയാളുടെ ഫ്ളാറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അത് തിരയായിരിക്കും ഇവിടെ പോലീസ്. ഒന്ന് പരിശോധിക്കണം നിങ്ങളുടെ മനഃശുദ്ധിയെ. Different angles. Don't forget to subscribe and support this channel.